ഞാൻ ചലഞ്ചായിട്ട് പറയുകയും ചെയ്യാം. അവരങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുപോകാൻ ഞാൻ അങ്ങ് ശരിയാക്കി കൊടുത്തേക്കാം. ഈ ജനിച്ച എത്ര കാലത്തിനകം നമുക്ക് ഈ കുട്ടികൾ 90 ദിവസത്തിൽ ജനിച്ച ഉടനെ അറിയാം. കുട്ടികൾ ജനിച്ച ഉടനെ അറിയാം. ആ കാലിന്റെ പാദത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷേപ്പ്ലെസ് ആണെങ്കിൽ അതിന്റെ തലയിലെ ബ്രെയിനിൽ സെല്ലുകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് യാതൊരു സംശയവും വിചാരിക്കണ്ട. വിദഗ്ധന്മാരായ പഠിച്ചിട്ടുള്ള ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വ്യക്തികൾ എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു ജന്മം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ചിന്തിക്കാത്തതാണ്. ഇതിൻ്റെ കഴുകന്മാരായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്നെ എങ്ങനെയും കൊല്ലണമെന്ന് പറയാതിരിക്കാൻ നിർത്തി. ഞാനൊരു ക്യാമ്പിട്ടപ്പോൾ ഒരു കൊച്ചിനെ കൊണ്ട് അകത്ത് കയറി വന്നു. പിന്നെ പറയുന്നു ഒരു 3 പേരെ കൂടെ കൂട്ടിക്കൊണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഓരോരുത്തരോട് വരാൻ. അപ്പം ആ സ്ത്രീ കണ്ണീരോടുകൂടി പറയാണ്, ഇത് 4 എൻ്റെ മക്കളാണ്. ആലോചിച്ച് നോക്കുക അവരുടെ അവസ്ഥ. ഇത്രയും ക്രൂരമായ സമൂഹം. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കേണ്ട കാര്യമാണ്. എന്നെ ഈ കാണിക്കുന്നത് റിസൾട്ട് ഞാൻ കാണിച്ചില്ല, എന്നെ തല്ലിക്കൊന്നു. ഞാൻ തട്ടിപ്പാണ് ചെയ്യുന്നതെങ്കിൽ എന്നെ വെച്ച് വാഴിക്കല്ലേ. എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ഗിഫ്റ്റഡ് മെഡിസിൻ എന്ന് പറയുന്നത് ഒരു 3-4 പച്ചമരുന്നിൻ്റെ ഫോർമുലയാണ്. ഈ മരുന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ. വെൽക്കം ടു ABC Talks. Today's episode is powered by Visal Group of Institutions, Kochi. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഈ ജനിതക വൈകല്യവുമായി ബന്ധപ്പെട്ട ചികിത്സകളിലങ്ങ് ഏകദേശം 800ഓളം കുട്ടികളെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ടല്ലേ? ഞാൻ അവകാശപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് ഈ ലോകത്ത് എത്ര കുട്ടികൾ ജനിച്ച് ഇങ്ങനെ രോഗികളായിട്ട് കിടപ്പുണ്ടോ, ഒരാളെ പോലും സുഖപ്പെടുത്താത്ത സ്ഥലത്ത് ഞാൻ 51% പേരെ സുഖപ്പെടുത്തി എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ അന്തസ്സ് ഒരു 25% നന്നാക്കി എന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ഇല്ലല്ലേ? എന്നാലും അങ്ങയുടെ പെർസെൻറ്റേജ് ഓഫ് സക്സസ് എത്രയാണ്? എനിക്ക് 51% മേലെ. ഇപ്പം ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം, കാരണം എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നെല്ലാം ഒത്തിരി പ്രായം ചെന്നവരാണ്. 2 വയസ്സ് മുതലോ അല്ലെങ്കിൽ 3 വയസ്സ് മുതലോ 25 വയസ്സായവരെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതിൽ കൂടുതലുള്ളവരും വന്നിട്ടുണ്ട്. 36 വയസ്സ് വരെയുള്ള ഈ രോഗം ബാധിച്ച് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സുഖപ്പെടുത്താൻ പ്രയാസമാണ്, പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതെല്ലാവരും എന്നെ കംപ്ലൈൻറ്റ് ചെയ്ത് അയാളെടുക്കെ പോയിട്ട് ഞങ്ങൾ ഇത്രയും നാൾ മരുന്ന് ചെയ്തും ഒരു മാറ്റമില്ല എന്ന് പറയുന്നവരുണ്ട്. അവരെ ഞാൻ കുറ്റം പറയില്ല, കാരണം സമയാസമയത്ത് വരാനോ അവർക്ക് വിധി ഉണ്ടായില്ല. അവർക്കും ഈ പറഞ്ഞതുപോലെ മാനസികമായിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വിധിയല്ലേ. ഏതായാലും ഒരു സ്ത്രീയും പുരുഷനും വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് അവരൊന്നിക്കുമ്പോൾ നമുക്ക് കാലില്ലാത്തൊരു കൊച്ചുണ്ടാവട്ടെ, തല വലുതായൊരു കൊച്ചുണ്ടാവട്ടെ, ബുദ്ധിയില്ലാത്ത കൊച്ചുണ്ടാവട്ടെ എന്നൊന്നും ആരും പറഞ്ഞിട്ട് അല്ല, അതൊരു സത്യമാണ്. പക്ഷെ എന്തുകൊണ്ടുണ്ടാവുന്നു, ആ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് ഇവരെല്ലാവരും പഠിക്കണം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2-3 കാരണം പറഞ്ഞു, ഇനിയും ഉണ്ട് കാരണങ്ങൾ. ആ 2 ശരീരം തമ്മിൽ യോജിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 2 പേരുടെയും സ്പേമിന് അതിൻ്റെ അകത്തുണ്ട്. അതിനാണ് വേറൊരു പ്രകൃതിയുടെ ഒരു സത്യം പറഞ്ഞുതരാം. കൃഷിക്കാരെപ്പോഴും വയലാദ്യം വൃത്തിയാക്കും. വയലിലുണ്ടാകുന്ന എല്ലാ കളകളും ഉഴുതുമറിച്ച് വരമ്പ് വൃത്തിയാക്കി മണ്ണിൽ വെള്ളം നിറച്ച് ആ മണ്ണിൻ്റെ ചൂടിനെ തണുപ്പിച്ച് ഒരു ദിവസം ഇട്ട് വെച്ച് ഒപ്പം അതേപോലെ വിത്തിനെ സൂക്ഷിച്ച് വെച്ച് വിത്തിനെ പരുവമാക്കിയിട്ടാണ് കൃഷി, നെല്ല് വിതയ്ക്കുന്നതോ എന്ത് ഭൂമിയിൽ എന്ത് സാധനം വിതയ്ക്കുന്നതോ. അത് സത്യമാണല്ലോ, ഞാനുണ്ടാക്കിയതല്ല. അതേപോലെ തന്നെ ആയിരിക്കണം സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ. അതിൽ മനസ്സിനെയാണ് ഇങ്ങനെ വൃത്തിയാക്കേണ്ടതെന്നാണ് അങ്ങ് പറയുന്നത്. മനസ്സ്, സ്ത്രീയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് എത്ര വാല്യുബിളായ ഒരു സംഗതിയാണ്. അവരതിനെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ അറിയില്ല എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് അതിനകത്തേക്ക് കൊണ്ടുപോയി വിത്തിട്ട് കഴിഞ്ഞാൽ എവിടെ ശരിയാവാനാ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നെൽകൃഷിയിൽ നമ്മൾ വയലിൽ വെള്ളം നിറച്ച് ആ വെള്ളം മണ്ണിനെ തണുപ്പിച്ചിട്ടാണ് ഇടണം. എന്ന് പറഞ്ഞാൽ ചൂടായിരിക്കണ സ്ത്രീയുടെ അണ്ടത്തിൽ കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുപോയിട്ടാ അത് അതിൻ്റെ അത് ശരിയാവുമോ? എൻ്റെ സ്ത്രീകൾക്ക് ചൂടില്ലേ? സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ചൂട് അവർക്കാ. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചൂടുണ്ടാവണേ എന്ന് ചോദിച്ചാൽ ഹോർമോണിൻ്റെ ഒരു ഭാഗം അവിടെ കിടക്കട്ടെ. അവർ ശാരീരികമായി അവരെപ്പോൾ കുളിക്കുന്നു, എങ്ങനെ കുളിക്കുന്നു,
അവരുടെ ശരീരത്തിൻ്റെ ഈ പറഞ്ഞ ഗർഭപാത്രവും ഇതെല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ എത്ര പേർക്കറിയാം? അതിൻ്റെ യാതൊരു ലെവലേഴ്സും പോലും അറിയില്ല. അത് സൂക്ഷിക്കണ്ടേ? അപ്പോൾ വിത്ത് നന്നായിരിക്കണം. അപ്പോൾ വിത്ത് നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ അതിനനുസരിച്ചുള്ള ഫൈബറിൻ്റെ ഫുഡ് കഴിക്കണം, സ്റ്റാർച്ചാണ് കഴിക്കണേ. ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാലത്ത് ചെറുപ്പത്തിലെ മുതൽ ഞാനും ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെയുള്ള പുസ്തകങ്ങളിലെല്ലാം ഉള്ളത് 80% നാരുള്ള ഭക്ഷണവും 20% ആമ്ലമായ ഭക്ഷണം കഴിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഫൈബർ ഫുഡ് 80%, സ്റ്റാർച്ച് 20%. ഇന്ന് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പ്രോട്ടീൻ കൂടുതൽ കഴിക്കണമെന്നാണ്. എന്ത് ന്യായമാണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാർബോഹൈഡ്രേറ്റും കൂടുതൽ കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതല്ലേ സ്റ്റാർച്ച്? അല്ല, ഈ ഫൈബർ കണ്ടന്റഡ് ആയ പ്രോട്ടീൻസ് ഇല്ലേ? ഫൈബർ കണ്ടന്റായ പ്രോട്ടീൻസ് കഴിക്കാം. പ്രോട്ടീൻ തന്നെ വേണമെന്ന് നിർബന്ധം എന്താ? പ്രോട്ടീൻ മാത്രമായിട്ട്. ഇന്നിപ്പോൾ പല സ്ഥലത്തുനിന്നും കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അതാണ്, പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കുക. ഡയറ്റീഷ്യൻസും പറയും പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കുക. എന്നിട്ട് എന്താ, ക്യാൻസർ രോഗികളുടെ എണ്ണം ഇപ്പോൾ പോരെ? എൻ്റെ ചോദ്യം അതാണ്. ക്യാൻസർ രോഗികളെ കിട്ടിയത് പോരെ? പ്രോട്ടീൻ തന്നെ കഴിക്കണം, പ്രോട്ടീൻ കൂടുതൽ വേണം, എല്ലാം സമ്മിശ്രമായി വേണം. അത് പറഞ്ഞു കൊടുക്കണം. അത് എൻ്റെ ഒരു അഭിപ്രായം പറയാം. സമൂഹത്തിൽ അത്യാവശ്യം വേണ്ടുന്നൊരു അഭിപ്രായമാണ്. ഇന്നെല്ലാം വലിയ വലിയ മെഡിക്കൽ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ അവിടെയൊക്കെ ക്യാൻറ്റീനുണ്ട്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ആ ക്യാൻറ്റീനിൽ ഫൈബർ ഫുഡ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ആശുപത്രി ഇന്ന് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒരാശുപത്രിയുടെ ചുറ്റും കൊക്കക്കോള മുതലുള്ള കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ് പെട്ടിക്കടകളിൽ മുഴുവൻ കഴിക്കുന്നത്. അതെന്തിനാ? നമുക്ക് ചിന്തിച്ചുകൂടെ? ഞാൻ തെറ്റൊന്നും പറയണില്ല, അവനും കച്ചവടം ചെയ്ത് 10 രൂപ കിട്ടണം. പക്ഷേ വേദനിച്ച് രോഗം വന്ന് അഭയം തേടി ചെല്ലുന്ന സ്ഥലത്ത് പൂർണ്ണമായും അവർക്ക് അഭയം കൊടുക്കണോ വേണ്ടയോ? അപ്പോൾ അവരുടെ ഭക്ഷണം മാറ്റണം. ഞാനും രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ ഒരു കാരണവശാലും രോഗമുണ്ടാകുന്ന ഒരു ഭക്ഷണ സാധനവും ഞാൻ കൊടുക്കില്ല. അങ്ങനെ കൊടുക്കാതിരുന്ന് പഠിച്ചപ്പോൾ മനസ്സിലായി, എന്തിനാ മരുന്ന് കൊടുത്ത് ചികിത്സിക്കണേ? ഭക്ഷണം നല്ലത് കൊടുത്താൽ മതി. അപ്പോൾ വരുന്ന ആളുകളുടെ ബൈസ്റ്റാൻഡേഴ്സിനും വളരെ സ്ട്രിക്റ്റായിട്ട് പറയും ഇവിടുത്തെ ഭക്ഷണം കഴിച്ചോളണം. അപ്പോൾ അവർ പോകുമ്പോൾ പറയും ഞങ്ങളൊക്കെ ഒത്തിരി രോഗം കൊണ്ട് വന്നതാ വൈദ്യരെ, ഭക്ഷണമാണ് മരുന്ന്. ഇപ്പോൾ നല്ല സുഖമാണ്, അപ്പോൾ അത് തന്നെ വീട്ടിൽ ചെയ്തോ. ഇനി രോഗമുണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്, കാരണം നിങ്ങളുടെ കയ്യിലുണ്ട് മരുന്ന്. അടുക്കളയാണ് ഏറ്റവും വലിയ ആശുപത്രി. ഒരു വീട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് അടുക്കള വേണം, പിന്നെ വിസിറ്റിംഗ് റൂം വേണം. അത് ഡൈനിങ് റൂമും വിസിറ്റിംഗ് റൂമും ഒന്നിച്ചാക്കി, ഫാഷൻ കൂടിയപ്പോൾ. പിന്നെ ബാത്റൂം വേണം. ബാത്റൂം മിക്കവാറും ഗുഹ പോലെ ആയിരിക്കും, അതിൻ്റെ അകത്ത് കാറ്റൊന്നും കയറുമെന്ന് സംശയം. അങ്ങനെ അഥവാ ഇനി അകത്തുണ്ടാകുന്ന സാധനം പോകാനായിട്ടൊരു എക്സോസ്റ്റ് ഫാനാണ് വയ്ക്കുക. പിന്നെ ഉള്ളതാണ് ബെഡ്റൂം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് വീട്. കാർ ഷെഡ് പോലെ നമ്മുടെ വാഹനം അവിടെ കൊണ്ടുപോയി റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. രാത്രി തന്നിരിക്കുന്നത് ഉറങ്ങാനാണ്, പകൽ ജോലി ചെയ്യാനാണ്. ഇതെല്ലാം എല്ലാവരും മനസ്സിലാക്കണം. രാത്രി മുഴുവനും പോയിരുന്ന് പണിയെടുത്തേച്ച് ആ രാത്രി വേണ്ടാത്തതൊക്കെ തിന്നിട്ട് പകൽ വന്ന് കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്ന്, ഉറക്കം കിട്ടാതിരുന്ന്, ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ തന്നെ നശിപ്പിക്കുക. അതൊരു ഓർഡറായിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടന്നുറങ്ങി അടുത്ത ദിവസം നേരം വെളുക്കുന്നത് വരെ നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കണം. നമ്മൾ എന്ത് കഴിക്കണമെന്ന് പഠിക്കണം. ഇത് ചെയ്താൽ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് 1000ൽ
80%, 90%, 95% അമേരിക്കയിലുണ്ട് കുട്ടികളുണ്ടാകുന്നത് ഈ ജനറ്റിക് ഡിസോർഡർ. ഞാനിപ്പോൾ പറയുന്നത് മുഴുവനും ജനറ്റിക് ഡിസോർഡർ ഉണ്ടാകാതിരിക്കാൻ ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമാണ്. ഇതിൻ്റെ എണ്ണം കുറയണം. ഈശ്വര നിശ്ചയം ശിക്ഷയാകരുത്. ഒരു കുട്ടി ഒരു വീട്ടിൽ കളിക്കുക എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഭാഗമാണ്. കുട്ടി ഉണ്ടാവണം. പക്ഷേ ഇഴയുന്ന കുട്ടികൾ ഇനി അടുത്ത തലമുറയിൽ മുഴുവനും ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇത്ര കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഓടി നടക്കുന്നതിൻ്റെ കാരണം? അത് പഠിക്കണം, അത് തിരുത്തണം. അത് തിരുത്തിയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാലമുണ്ടായിട്ട് എനിക്ക് എൻ്റെ പ്രായം ഏതാണ്ട് 77 കൊല്ലം ഞാനിപ്പോൾ ഈ ലോകത്ത് വന്നിട്ട്. എൻ്റെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വളരെ കുറച്ച് കേട്ടിട്ടുള്ളൂ. ഇന്ന് എവിടെ ചെന്നാലും ഇതൊരെണ്ണമുണ്ട്. പണ്ട് കാലത്ത് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇന്ന് അതൊരു നിത്യത്തൊഴിലായി മാറ്റി. ഇന്ന് എവിടെ നോക്കിയാലും സെർബ്രൽ പാൾസിയുള്ള കുട്ടികളെ, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ ഇങ്ങനെ വിഭാഗങ്ങളാക്കി തിരിച്ച് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ എണ്ണം കൂടണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ ആകണമെന്ന് വിദഗ്ധന്മാരായ പഠിച്ചിട്ടുള്ള ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വ്യക്തികൾ എന്തുകൊണ്ട്, IAS എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു ജന്മം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ചിന്തിക്കാത്ത എന്താ? അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ അതിനെ ഇല്ലായ്മയാക്കാനാണല്ലോ ശ്രമം. അതല്ലല്ലോ വേണ്ടത്. അപ്പം പൊതുജനങ്ങളെങ്കിലും മനസ്സിലാക്കിയെടുക്കണ്ടേ? ഇത് ഒരു സമൂഹത്തിലൊരു വലിയൊരു വേദനാജനകമായൊരു കാര്യമാണ്. ഇങ്ങനൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒന്നുകിൽ ചികിത്സാ പ്രയാസം കൊണ്ടും കുടുംബജീവിതത്തിൻ്റെ അകത്ത് തകരാറ് വന്ന് ഭർത്താവ് ഇട്ടിട്ട് പോകും, കൊച്ചിൻ്റെ അച്ഛൻ ഇട്ടിട്ട് പോകും. ധാരാളം പേര് തിരുവനന്തപുരത്ത് ഞാൻ ചികിത്സയിലിരുന്നപ്പോൾ ഭർത്താക്കന്മാരിട്ടിട്ട് പോയ അനേകം പേരുണ്ട്. കൊച്ചു നന്നായി കഴിഞ്ഞപ്പോൾ ചേർന്നിട്ടുള്ളവരുമുണ്ട്, വേറെ ജീവിതത്തിലേക്ക് പോയിട്ടുള്ളവരുമുണ്ട്. ഇതൊക്കെ അനുഭവത്തിൻ്റെ ഭാഗത്ത് ഞാൻ പറയാം. എന്തുകൊണ്ട് ഈ ഒരു കുഞ്ഞിങ്ങനെ ജനിച്ചു? എൻ്റെ ചരിത്രത്തിൽ എൻ്റെ അനുഭവത്തിൽ ഒരു അമ്മ മാത്രം പ്രസവിച്ച ഉടനെ ഇട്ടിട്ട് പോയി. അമ്മ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇന്നും എനിക്ക്. ഞാൻ പറഞ്ഞു, ആ അമ്മ തിരിച്ചു കൊണ്ടുപോവാ, അതിന് മുലപ്പാൽ കൊടുക്കുക, കൊച്ചിനെ രക്ഷിക്കാം. വന്നില്ല. അപ്പം അങ്ങനത്തെയും അമ്മമാരുണ്ട്. അതിനെ പെക്ഷിന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ അമ്മമാരുണ്ട്. ആണുങ്ങൾ അങ്ങനെയല്ല, താങ്ങാൻ പറ്റുന്നില്ല, സാമ്പത്തികമില്ല, എന്തു ചെയ്യും? ഒരു സ്ഥലത്ത് ഞാനൊരു ക്യാമ്പിട്ടപ്പോൾ ഒരു കൊച്ചിനെ കൊണ്ട് അകത്ത് കയറി വന്നു. ആ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ വരാനാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെയല്ലേ പറയാം. ഞാനും ആ രീതിയിൽ തന്നെ. അപ്പോൾ അവരുടെ കൂടെ പിന്നെ പുറയുന്നു ഒരു 3 പേരെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഓരോരുത്തരോട് വരാൻ? അപ്പം ആ സ്ത്രീ കണ്ണീരോടുകൂടി പറയാണ്, ഇത് 4 എൻ്റെ മക്കളാണ്. ആലോചിച്ച് നോക്കുക അവരുടെ അവസ്ഥ. ഇത്രയും ക്രൂരമായ സമൂഹം, ഉദ്യോഗസ്ഥന്മാർ, ഇവർ പിന്നെ എന്ത് ഉദ്യോഗം നടത്താൻ? അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ 4 എണ്ണത്തിനും ഭക്ഷണം കൊടുക്കാൻ പോലും ഇല്ല. പിന്നെ എങ്ങനെ ചികിത്സിക്കാനാണ്? ഇതിൻ്റെ അകത്ത് ഒത്തിരി സങ്കടമുള്ള കാര്യങ്ങളുണ്ട്. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ കേട്ട് എന്നോട് ഒരു പ്രാർത്ഥനയിൽ ചേർക്കും. ഇതിൻ്റെ കഴുകന്മാരായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്നെ എങ്ങനെയും കൊല്ലണമെന്ന് തോന്നും. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് അനുഭവങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് കോടതി ചെന്നാൽ പോലും പെട്ടെന്ന് തീരുമാനം എടുക്കണ്ടേ? ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കേണ്ട കാര്യമാണ്. എന്നെ ഈ കാണിക്കുന്നത് റിസൾട്ട് ഞാൻ കാണിച്ചില്ല, എന്നെ തല്ലിക്കൊന്നോ അല്ലെങ്കിൽ എന്നെ നാട് കടത്തിക്കോ. ഞാൻ തട്ടിപ്പാണ് ചെയ്യുന്നതെങ്കിൽ എന്നെ വെച്ച് വാഴിക്കല്ലേ. അതിൽ കൂടുതൽ മനുഷ്യൻ പറയാൻ പറ്റുമോ? ഓക്കെ, നമുക്കിപ്പോൾ ഈ സാധാരണ മറ്റുള്ളവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ചികിത്സാ രീതിയിൽ
അങ്ങേ റിസൾട്ട് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയാൻ പറ്റും? റിസൾട്ട് ഉണ്ടാക്കുന്നതോ? എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ഗിഫ്റ്റഡ് മെഡിസിൻ എന്ന് പറയുന്നത് ഒരു 3-4 പച്ചമരുന്നിൻ്റെ ഫോർമുലയാണ്. ഈ മരുന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ തലയിലെ സെല്ലുകൾ പുനർജന്മം തരുവാണ്. ഇതെല്ലാം ബ്രെയിൻ റിലേറ്റഡ് ആണ്. ഈ രോഗങ്ങളൊക്കെ എല്ലാം ബ്രെയിൻ റിലേറ്റഡാണ്. ഇപ്പോൾ കാലിൻ്റെ അവിടെ ചില ആ പിള്ളേരെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ തിരിഞ്ഞൊക്കെ. തലയിൽ മരുന്നിട്ടിട്ട് അത് നേരെയായിട്ടുണ്ട്, അവിടെയും തൊട്ടിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ചികിത്സിക്കണമെന്നുമില്ല. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അലോപ്പതി വൈദ്യശാസ്ത്രത്തെ ഇത് കേൾക്കുകയാണെങ്കിൽ അവരോട് യാചനയോടുകൂടി പറയുകയാണ്, നിങ്ങളുടെ അവിടെ വന്ന് കിടക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾ ഒരു നല്ല ഓമന കുഞ്ഞിനെ കാത്ത് പ്രതീക്ഷയോടുകൂടി വന്നവർക്ക് ഒരു പുനർജന്മം കൊടുക്കാൻ അവർ ഒരു നിസ്സാരൊരു കാര്യം എടുത്താൽ മതി. തെറാപ്പിക്ക് പൊക്കോ. അവിടെ എന്താ തെറാപ്പിയിൽ എന്താ സെല്ല് വളരണുണ്ടോ? ആർക്ക് വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണെന്ന്. ആ കുട്ടികളെ കണ്ടെത്താനും പ്രയാസമില്ല, അതും തിരിച്ചറിയാനുള്ള വഴികളുണ്ട്. ഒരു എണ്ണ നമ്മൾ ഒലിവ് ഓയിൽ തേച്ച് കുളിപ്പിക്കുന്നുണ്ട്. കാശുള്ളവരൊക്കെ ഒലിവ് ഓയിൽ തേച്ച് കുളിപ്പിക്കുക, അല്ലാത്തവരൊക്കെ വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കുക. അതേപോലെ ഒരു എണ്ണ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ എണ്ണ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവിശ്വസനീയമായ രീതിയിൽ ആ കുട്ടികൾ സാധാരണ കുട്ടികളെ പോലെ ആയിക്കോളും. പ്രീമച്വർ എല്ലാവർക്കും അറിയാം. പ്രീമച്വറായ കുട്ടി പിന്നെ അതിനകത്ത് കയറി വരണമെങ്കിൽ ഒത്തിരി കാശ് ചെലവാക്കണം. 1-2 കുപ്പി എണ്ണ തേക്കുമ്പോഴത്തേക്കും 90 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ കുട്ടി നോർമലാകും. ഏത് പ്രായം വരെ ഉള്ളതിനാണ്? ജനിച്ച ഉടനെ ഉള്ളത്. അതിനാണ് ഞാൻ ഇത്ര ഷാർപ്പായിട്ട് പറയാം. അല്ല, ഈ ജനിച്ച എത്ര കാലത്തിനകം നമുക്ക് ഈ കുട്ടികൾ 90 ദിവസത്തിനുള്ളിൽ ജനിച്ച ഉടനെ അറിയാം. കുട്ടികൾക്ക് ജനിച്ച ഉടനെ അറിയാം. അവരവരുടെ കാലിന്റെ പാദത്തിലേക്ക് നോക്കിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ആ കാലിന്റെ പാദത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പാദത്തിന്റെ അടിയിൽ ഉപ്പൂറ്റിയിരിക്കുന്ന ഷേപ്പും പാദത്തിന്റെ അവിടെ കുഴിയുണ്ട്, ആർച്ച്, അതും അതുപോലെ തന്നെ ഫിംഗർ ഇരിക്കുന്ന സ്ഥലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഷേപ്പ്ലെസ് ആണെങ്കിൽ അതിൻ്റെ തലയിലെ ബ്രെയിനിൽ സെല്ലുകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് യാതൊരു സംശയവും വിചാരിക്കണ്ട. സ്കാനിൽ പോലും കണ്ടുപിടിക്കാൻ ഒക്കില്ല. ഈ കാല് നോക്കി കണ്ടെത്തുന്നത് മെഡിക്കൽ സയൻസ് അംഗീകരിച്ചിട്ടുണ്ടോ? അവരംഗീകരിച്ച് ഞാനിതിപ്പോൾ കാണിച്ചെന്നുള്ള സതല്ലേ, അവരിട്ടിരിക്കുന്നതാ, അവർ നെറ്റിലിട്ടിരിക്കുന്നതാ കണ്ടുപിടിക്കാൻ. അതങ്ങ് കണ്ടുപിടിച്ച് ഈ എണ്ണയൊക്കെ തേച്ചാൽ മതി. അവരെ കൊണ്ടുപോയിട്ട് തെറാപ്പിക്ക് പറഞ്ഞു വിടണ്ട, അവരെഴുതിയേക്കണ തെറാപ്പിക്ക് പോകാനാ. ഇതുപോലെ ഒരു കേസ് സാറിന്റെ ഒരു US ബേസ്ഡ് കുട്ടിയുടെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. എണ്ണ കൊടുത്തിട്ട് അതിന്റെ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക്. ഇതിനകത്തൊരു കുഴപ്പമില്ല. ഇതിപ്പോ പ്രേക്ഷകരുടെ മുമ്പിൽ അങ്ങ് ഇതൊരു ചലഞ്ചായി പറയുകയാണ്. ഞാൻ ചലഞ്ചായിട്ട് പറയുകയും ചെയ്യാം. അവരങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുപോകാൻ ഞാൻ അങ്ങ് ശരിയാക്കി കൊടുത്തേക്കാം. പിന്നെ എന്താ വേണ്ടേ? അല്ല സാർ, അത് മാത്രമല്ല, അതല്ല ഞാൻ ചോദിച്ചത്, ഇനിയിപ്പോ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു കുട്ടി അവർ ഉപയോഗിച്ചോട്ടെ, അതിനെപ്പറ്റി നമുക്കൊരു വിരോധമില്ല. ആ ഡോക്ടർ മാത്രം മതി ഈ എണ്ണ അങ്ങ് തേച്ച് കൊടുക്കുക. എണ്ണ തേക്കുക എന്ന് പറയുമ്പോൾ എവിടെയാണ് എണ്ണ ആദ്യം തേക്കേണ്ടതെന്നും കൂടെ അറിയണം. എല്ലാവരും എണ്ണ എടുത്തേച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേക്കല. ഇങ്ങനെയല്ല എണ്ണ തേക്കണ്ടേ. കുളിക്കാൻ അറിയാൻ പാടില്ലാത്ത മലയാളികളോട് എണ്ണ തേക്കാനും കൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഓടിയിട്ട് തല്ലും. പക്ഷെ ആർക്കും അറിയില്ല എങ്ങനെയാണ് കുളിക്കണേ. താങ്കൾ കുളിക്കുമ്പോൾ എവിടെയാണ് ആദ്യം വെള്ളം ഒഴിക്കണേ? തലയിലോ? തലയിലെവിടെ? ഇവിടെ ഒഴിക്കാൻ പാടില്ലെന്ന് എല്ലാ ഡോക്ടർമാരും വൈദ്യന്മാരും എല്ലാവരും പറയുന്നു. ഇവിടെ വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ചാൽ അസുഖം ഉണ്ടാവുന്ന. അതേ സമയത്ത് കാലിൽ ഒട്ടും ഒഴിക്കാൻ പാടില്ല. അവർ വെട്ടിയാൻ ഇതിൽ പറയുന്നില്ല. കുളിക്കുന്നത് തെറ്റാന്ന് പറയുന്ന ഡോക്ടർമാരും ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല അവരൊക്കെ എങ്ങനെ പറയാൻ പറ്റിയത്. അതുപോലെ തന്നെ കാലയിൽ ഒഴിച്ച് ആദ്യം ഒഴിക്കണമെന്ന് പറയുന്ന ഡോക്ടർമാരും ഉണ്ട്. അതുപോലെ തന്നെ പലരും അത് അവരുടെ ഒരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോട്ടിലേക്ക് ചെല്ലുമ്പോൾ കാലല്ലേ ആദ്യം നനയണതാണ്. അതൊന്നുമല്ല. എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് ആദ്യമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ തലയാ വരണേ, കാലല്ല വരണേ. അതതിനകത്ത് ഒരു ഉത്തരം. വണ്ടിയുടെ മുമ്പിൽ, ഇഞ്ചിൻ്റെ മുമ്പിലിരിക്കുന്നതാണ് റേഡിയേറ്റർ.
ഇഞ്ചിൻ്റെ പുറയിലാണോ റേഡിയേറ്റർ ഇരിക്കണേ? അല്ലല്ലോ, ഇഞ്ചിൻ്റെ മുമ്പിലാണ് റേഡിയേറ്റർ. അതിൻ്റെ മുകളിലൊരു ക്യാപ്പുണ്ട്. ഇഞ്ചിൻ ചൂടായാൽ എന്ത് ചെയ്യും? ആ ക്യാപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇഞ്ചൻ തണുത്തു എന്ന് പറയുമ്പോഴാണ് ആ ക്യാപ്പ് തുറക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ മോന്തടിച്ചു പോകും. ഇത് തന്നെയാണ് നമ്മുടെ കുളിയുടെ രീതി. നമ്മൾ തല കുനിക്കണം. തല ഇങ്ങനെ കുനിച്ചിട്ട് ഇവിടെ വേണം വെള്ളം ഒഴിക്കാൻ. ചെറുബലത്തിൻ്റെ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം ഇങ്ങനെ വീഴണം. നിങ്ങൾ ഒഴിച്ചു നോക്ക്, നിങ്ങളുടെ ഈ ചൂടും പോവും തണുപ്പും പോവും. നിങ്ങൾ അമ്പും വില്ലും എടുത്തു വരുന്ന ഒരു യോദ്ധാവിനെ പോലെ ഒരു ദിവസം കാലത്തെ മുതൽ ഫേസ് ചെയ്യാം. താങ്കളുടെ ഫേസ് കെട്ട് വരെ മാറും. ഞാൻ ചലഞ്ച് ചെയ്താൽ പറയണേ, താങ്കൾ ചെയ്താലല്ലേ പറ്റുള്ളൂ. ചെയ്യാണ്ടിരുന്ന വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വെള്ളം മൂക്കിക്കട വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുള്ള അഴുക്കുകളെ ഇത് വൃത്തിയാക്കി തരികയാണ്. ചില ആളുകൾ കുളിക്കണ കാര്യം ഞാൻ പറഞ്ഞു വിടുമ്പോൾ, ഇത് അങ്ങനെ പറഞ്ഞപ്പോൾ കുളിച്ചപ്പോൾ പിറ്റത്തെ ദിവസം ഒരു ജലദോഷം പിടിച്ചു. കാരണം തലയ്ക്കകത്ത് മുഴുവൻ അഴുക്കാ. അപ്പം അത് ഡ്രെയിൻ ചെയ്ത് പോവുകയാണ്. അതങ്ങ് കുളിച്ചുകൊണ്ടിരുന്നാൽ മതി. പിന്നെ പ്രതിരോധ ശക്തി വരുവാണ്. പിന്നെ ഏത് തണുപ്പത്തും വെയിലത്തും. ഇപ്പം എനിക്ക് AC പ്രശ്നമല്ല, ഫാനും പ്രശ്നമല്ല. ഇപ്പോൾ എല്ലാവരും ചൂടെടുത്തിരിക്കുമ്പോൾ ഞാനിത് രണ്ടും ഇടാതെയാണ് ഞാൻ കിടക്കണം. കാരണം എൻ്റെ ശരീരത്തെ ഞാൻ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കാരണം. അപ്പോൾ ഇവിടെയാണ് ആദ്യം വെള്ളം ഒഴിക്കേണ്ടത്. ഇനി അതും കൂടെ ജനം മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലായിക്കോട്ടെ. ഞാൻ പല പ്രാവശ്യം പല ഇതിലും പറഞ്ഞിട്ടുള്ള കുളിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ കുളിക്കുന്നത് എന്തിനാ? ശരിക്ക് നമ്മൾ കുളിക്കുന്നത് എന്തിനാ? പലരും പറയുന്നു അഴുക്ക് പോകാനാണ്, ശരീരത്തിന് ഉന്മേഷം കിട്ടാനാണ്, അല്ലേ? അതിലപ്പുറം വേറെ വല്ലതും ഉണ്ടോ? ഇതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോള്, പരിശുദ്ധാത്മാവ്, ശക്തി, അല്ലെങ്കിൽ ദൈവമെന്ന് ഈശ്വരാന്നൊക്കെ അള്ളാന്നൊക്കെ പറയുന്ന ആ ഒരു പവറുണ്ടല്ലോ, ഈ പവർ ഉള്ളിടത്തോളം കാലേ ഉള്ളൂ നമ്മുടെ പേര്. ഈ പവർ എപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വിളിക്കുന്ന പേരാണ് ശവം. വേറെ ഒരു പേരുമില്ല. അറ്റ്ലീസ്റ്റ് ആ മറവ് ചെയ്യുന്നവരെങ്കിലും ആ പേരെന്ന് പറഞ്ഞുകൂടെ മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ? അതുപോലും പറയുന്നില്ല. ഈ ആത്മാവ് അങ്ങ് പോയ അപ്പം എടുത്തിട്ട് താഴത്തേക്ക് പേരും മാറ്റി. ബോഡി ഇതൊരു ക്രൂരതയാണ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ആത്മാവിനെയാണ്. ഇതിനെ കേൾക്കണം. മനസ്സാക്ഷി എന്ന് പഴയ കാരണവന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. മനസ്സാക്ഷിയെ മറച്ചു വെച്ച് സംസാരിക്കുന്ന സമൂഹമാണ് നമ്മളെല്ലാവരും. സ്വന്തം വേദന അടുത്തവൻ്റെ വേദനയല്ലാതെ നോക്കുന്നവനാണ് ഇതൊക്കെ. അപ്പോൾ ഈ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് നമ്മൾ കുളിക്കുന്ന കുളിയിൽ കിട്ടുന്നത്. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇത് നാളെ എല്ലാവരും കേൾക്കാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് 2 നേരം കുളിക്കണം. ഒരു നേരം കുളിക്കാൻ തന്നെ ഇഷ്ടപ്പെടാത്ത സമൂഹത്തിനോടാണ് 2 നേരം കുളിക്കാൻ. തണുത്ത രാജ്യങ്ങളിലും ടിബറ്റിലും ഒക്കെ കുളിക്കാലോ. ഞാൻ സ്വിറ്റ്സർലൻഡിൽ ചെന്നപ്പോൾ 2 നേരം കുളിപ്പിച്ച് അവരൊക്കെ നല്ല മിടുക്കന്മാരായി, അവരൊക്കെ സന്തോഷമായിട്ട് അവരത്രയും പേര് കുളിക്കാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എപ്പോഴും ചൂടാണ്. എന്തുകൊണ്ടാണ് ചൂടായിട്ടിരിക്കണേ? കഴിക്കുന്ന ഭക്ഷണമാണോ? ഭക്ഷണത്തിന്റെ രീതിയാണോ? അല്ല, ഭക്ഷണത്തിന്റെ ഒരു രീതിയുണ്ട്. നമ്മൾ ഇത് എപ്പോഴും ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ കൈ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇത് ഭയങ്കര ഇഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കണ്ട, ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൂടാവൂലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇഞ്ചിൻ ചൂടായിക്കൊണ്ടിരിക്കുക. റെസ്റ്റ് കൊടുക്കണ്ടോ? ഡബിൾ വർക്കല്ലേ നമ്മൾ ചെയ്യണേ. അപ്പോൾ ആ ചൂടിനെ തണുപ്പിക്കണ്ടേ? നമ്മൾ എന്തുകൊണ്ട് AC ഇട്ടിട്ട് അകത്തിരുന്ന് ശരീരത്തിൽ തണുപ്പുണ്ട്, പക്ഷെ ഉള്ളു ചൂടല്ലേ? തണുപ്പല്ലല്ലോ, ഉള്ളിലേക്ക് ചൂടാ. അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ചൂട് കൂടുതൽ. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
രാവിലെ നമ്മളെപ്പോൾ എഴുന്നേൽക്കുന്നോ ഒരു ദിവസം കൂടി നമുക്ക് ഗിഫ്റ്റഡായിട്ട് കിട്ടുവാണ്. ഏത് പ്രായമായാലും ഏത് നേരത്താണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറയാനൊക്കില്ല, അപകടം ഉണ്ടാവണം എങ്ങനെയാണെന്ന് പറയാനൊക്കില്ല, അടുത്ത നിമിഷം എന്താണെന്ന് ആർക്കും പറയാനൊക്കില്ല. ചുമ്മാ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അനുഭവിച്ചു തന്നെ. പിള്ളേർ കളിക്കാൻ പോയി, വീണ് കാല് പൊട്ടുമെന്ന് അറിഞ്ഞാണെങ്കിൽ പോവില്ലല്ലോ. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സത്യമാണ്. പക്ഷെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം, എൻ്റെ കൂടെ എൻ്റെ ആത്മാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ സംരക്ഷണത്തോടു കൂടി ഞാൻ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മാവ് അപകടത്തിൽ നിന്ന് കൊണ്ടുനടക്കും. വൈദ്യരി നാരുള്ള ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞല്ലേ? പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഞാൻ ശരിക്കും നമ്മൾ എന്താണ് കഴിക്കേണ്ടത്? നാരുള്ള ഭക്ഷണം. അതെ, നാരുള്ള ഭക്ഷണം ഏതിലാ ഉള്ളത്? ധാന്യ വകയിൽ ഏറ്റവും കൂടുതൽ നാരുള്ള ഭക്ഷണം റാഗി മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? മറ്റുള്ള ധാന്യ വകയിലുള്ള സാധനങ്ങളെല്ലാം മരുന്നാണ്. എഗെയിൻ അവിടെ ഒരു സംശയമുണ്ട്. റാഗി കഴിക്കുമ്പോൾ ജലദോഷം വരും, കഫം വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാറുണ്ട്. അതൊക്കെ റാഗി കഴിച്ചു കഴിഞ്ഞാൽ രോഗം ഉണ്ടാവാതിരിക്കും. അപ്പൊ രോഗം ഉണ്ടാവണ്ടേ? അപ്പൊ രാഗിയെ പേടിപ്പിച്ചാലല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഇപ്പൊ പ്രോട്ടീൻ കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം വയ്ക്കണേ? ഓട്സ് എന്ന് പറയുന്ന സാധനം എന്താ? ഓട്സ് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. ഓട്സ് എന്ന് പറഞ്ഞ് ഫൈബറാന്നാ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചാൽ ഒന്നുമല്ല. ഞാൻ പറയാം, ഒരു 20 പേരോ 10 പേരോ ഓട്സ് കഴിക്കട്ടെ, 10 പേര് അതേപോലെ റാഗി കഴിക്കട്ടെ. റാഗി കഴിച്ചവൻ ആരോഗ്യത്തോടുകൂടി പോവും, ഓട്സ് കഴിച്ചവൻ സ്റ്റൈലിലിരിക്കും. റാഗി കഴിച്ചോ ബ്ലഡൊക്കെ പ്യൂരിറ്റി ആയിട്ട് കഴിയും. ഇപ്പം ദേഹമൊക്കെ റാഗി കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കളറങ്ങ് മാറും. താങ്കളുടെ കളർ വരെ മാറും. ഐ എം ഷുവർ. ബന്ധങ്ങൾ കൂടുമ്പോൾ ഇമ്പമുണ്ടാകാൻ വാദവും കഫവും പിത്തവുമായിരിക്കണം. ഇത്രയും കാര്യം സമൂഹം അറിഞ്ഞാൽ അവർ സുഖമായിട്ട് ജീവിച്ചോളും. പിന്നെ ആ തടി കിട്ടുന്നത് ചികിത്സിച്ച് കാശുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. ഓക്കെ, എന്തായാലും വൈദ്യരി ഇൻഫർമേഷൻ തന്നതിന് നന്ദി. This episode is powered by Visar Group of Institutions, Kochi. Thank you.